ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ് കാർഡ് മേക്കിംഗ് നോക്കാം. 2 ഐഡിയാസ് കാണിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പേപ്പറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതൊന്ന് വീഡിയോയിൽ കാണുന്ന അളവിൽ ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 20x12 സെൻറ്റിമീറ്ററിൻ്റെ പേപ്പറാണ് നമ്മൾ എടുക്കുന്നത്. 20 സെൻറ്റിമീറ്റർ വരുന്ന ഭാഗം ഇതേപോലെ 7, 3, 3, 7 എന്നുള്ള രീതിയിലൊന്ന് മടക്കിയെടുക്കണം. ഇനി 4x7 സെൻറ്റിമീറ്ററിൻ്റെ 3 റെക്റ്റാങ്കിൾ പീസ് പേപ്പറും കൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ മെസ്സേജ് ഒന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നാണ് എഴുതുന്നത്. ബ്ലൂ സ്കെച്ച് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഇതേപോലെ മേലെ മാത്രം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഗ്രീറ്റിംഗ് കാർഡിൽ ഈ ഒരു മടക്കിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ മെസ്സേജ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു മടക്കിലേക്ക് ഫസ്റ്റ് ഹാപ്പി എന്ന് ഒട്ടിച്ചു കൊടുക്കുക, പിന്നെ ടീച്ചേഴ്സ് എന്നുള്ളത് ബാക്ക് സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക, പിന്നെ ഡേ എന്നുള്ളത് ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി കാർഡിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ പിങ്ക് കളർ പേപ്പറിൽ നിന്ന് ഒരു കുഞ്ഞി ഹാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മിഡിലിൽ മാത്രം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി പിങ്കും വയലറ്റും സ്കെച്ച് പെൻസ് വെച്ചിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട് അവിടെ ഇവിടെയായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. കാർഡിൻ്റെ ഉള്ളിലും ഇതേപോലെ ഹാർട്ട്സ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്രണ്ടിലത്തെ ഹാർട്ടിൻ്റെ മേലെ നമ്മൾ ഇതേപോലെ ഒരു ബോർഡർ പോലെ ഡാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞി ഹാർട്ടും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്കെച്ച് പെന്നെ കൊണ്ട് വരച്ച ഹാർട്ട്സിൻ്റെ മേലെയൊക്കെ ജസ്റ്റ് ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഇതേപോലെ ഹാർട്ടിൻ്റെ ഔട്ട്ലൈനും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഹാർട്ടിൻ്റെ മുകളിൽ ഡിയർ മാംന്നോ മിസ്സെന്നോ അല്ലെ ടീച്ചറിനോ എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പം ഞാനിപ്പോൾ ഡിയർ മിസ് എന്നാണ് എഴുതുന്നത്. ഇനി ഈ പുറത്ത് ചെയ്ത പോലെ തന്നെ ഉള്ളിലത്തെ ഹാർട്ട്സിനും ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കാർഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ട്രൈ പിക്കും കൂടെ സെൻഡ് ചെയ്ത് തരിക. ഇനി നമുക്ക് സെക്കൻഡ് കാർഡ് മേക്കിംഗ് ഐഡിയ നോക്കാം. അപ്പോൾ ഞാനൊരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ 2 ആയിട്ട് മടക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പകുതിക്ക് നമ്മൾ ഇതേപോലെ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കാർഡ് ഇങ്ങനെ തുറന്നിട്ട് ഇതൊന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഇനി നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് കുറച്ച് ഫ്ലവേഴ്സാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ കുറച്ച് ട്യൂലിപ്പ് ഫ്ലവേഴ്സാണ് വരയ്ക്കുന്നത്. എന്നിട്ട് അതൊന്ന് കളർ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ നേരത്തെ മടക്കി വെച്ചില്ലേ, അതിൻ്റെ മേലേക്ക് ഇതേപോലെ ഒന്ന് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഇതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു പേപ്പറിൽ ഒരു ബോവും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ കളർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മടക്കിയതിൻ്റെ മേലേക്ക് ആ ബോവും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി 2 സൈഡിലായിട്ട് നമ്മൾക്ക് മെസ്സേജ് എഴുതാം. അപ്പോൾ ഞാൻ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നും അതുപോലെ യു ആർ ദ ബെസ്റ്റ് എന്നും എഴുതുന്നുണ്ട്. പിന്നെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് സ്റ്റാർസ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ നമ്മളിപ്പം ചെയ്ത് വെച്ച പേപ്പർ ഒന്ന് പിങ്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്യുക. എക്സ്ട്രാ വരുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ കവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് പേപ്പറിന് ഇതേപോലെ ഒരു കുഞ്ഞ് ഹാർട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഈ പിങ്കിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ ഞാൻ ഡിയർ ടീച്ചറിന് എഴുതുന്നുണ്ട്. പിന്നെ കുറച്ച് റെഡ് ഹാർട്ട്സ് അവിടെ ഇവിടെ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.